ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം. 1759 യൂറോപ്പിൽ വലിയ പ്ലേഗായിരുന്നു. ആളുകൾ പുറത്തിറങ്ങാൻ വയ്യാത്ത വിധത്തിൽ അകത്ത് അടഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥ. ദുഃഖവെള്ളി വന്നു, ആഘോഷങ്ങളൊന്നുമില്ല, വലിയ പരിഹാര പ്രദക്ഷിണങ്ങളൊക്കെ നടക്കേണ്ടതാണ്, ഇത് നടന്നിട്ടില്ല. അപ്പോൾ മലാഖ എന്നറിയപ്പെടുന്ന ഒരു പ്രവിശ്യയിലെ ഒരു ജയിലിലെ കുറേ കുറ്റവാളികൾക്ക്, അവിടുത്തെ അന്തേവാസികൾക്ക് വല്ലാത്തൊരു ചിന്ത. അവരുടെ പള്ളിയിലൊന്ന് പോയി ആ ഈശോയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള യാത്ര നടത്തണം. ആരും പുറത്തിറങ്ങുന്നില്ലല്ലോ പ്ലേഗ് ആയതുകൊണ്ട്. ഇവരൊരു കടന്ന കൈ ചെയ്തു. ജയിൽ ഭേദിച്ച് പുറത്തു പോയി ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അവർ മാത്രമുള്ള ഒരു വിലാപയാത്രയൊക്കെ നടത്തി. അതിനുശേഷം പള്ളിയിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെ അവർ ആ രൂപം പുനഃസ്ഥാപിച്ചു. എന്നിട്ട് അവർ വീട്ടിലേക്കൊന്നും ഓടിപ്പോയില്ല. അവരെന്താ ചെയ്തത്? അവർ ജയിൽ വാർഡൻ്റെ അടുക്കൽ തിരികെ ചെന്നു. എന്നിട്ട് ജയിൽ പുള്ളികളുടെ ജീവിതം തുടർന്നു. അന്നത്തെ രാജാവ് കാർലോസ് മൂന്നാമൻ, അദ്ദേഹത്തിന് ഇവരുടെ വലിയ സ്നേഹപ്രകടനം അത്ഭുത ആയിട്ട് തോന്നി. അദ്ദേഹം അത്ഭുതകരമായ മറ്റൊരു കാര്യവും ചെയ്തു. ഇവരെല്ലാവരും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ട് തിരികെ വന്നവരാണല്ലോ. അവർ ഈ ജയിൽ ഭേദിച്ച് പുറത്തു പോയത് അവരുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. അദ്ദേഹം അവർക്കെല്ലാവർക്കും നിരുപാധിക ക്ഷമ നൽകി എല്ലാവരെയും പറഞ്ഞയച്ചു. അന്നു മുതൽ 1759 മുതൽ ഈ 2026 വരെ സ്പെയിനിൽ ഈ മലാക്ക എന്ന പ്രവിശ്യയിൽ ഒരാളെ, ഒരു ക്രിമിനലിനെ ജയിൽ വിമുക്തനാക്കും. സാമാന്യ നന്മ കാണിക്കുന്ന, ഇംപ്രൂവ്മെൻ്റ് സാധ്യതകൾ കാണിക്കുന്ന ആളെ ജയിൽ വിമുക്തനാക്കും. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതുപ്പിറവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആളുകൾക്കൊരു പുതുപ്പിറവി നൽകുക. ഞാൻ ആവർത്തിക്കുകയാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക. ചെറിയ തെറ്റിൻ്റെ പേരിലോ വലിയ തെറ്റിൻ്റെ പേരിലോ ആരെയൊക്കെയോ നമ്മൾ നമ്മുടെ ധാരണകളുടെ കഴുമരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ വധശിക്ഷ നടപ്പിലാക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കൈ നീട്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരവസരം കൂടി കൊടുത്ത്, കനിവിൻ്റെ ഇത്തിരി വെള്ളം കൊടുത്ത് ജീവനിലേക്ക് പിച്ചവെക്കാൻ സഹായിക്കലല്ലേ സത്യത്തിൽ പുതിയ തുടക്കം എന്നൊക്കെ പറയുന്നത്. വെറുതെ നിങ്ങൾക്കിന്ന് സമയമുണ്ടെങ്കിൽ വെറുതെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുക. ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഔട്ടാക്കിയവരുടെ എണ്ണം എത്രയാണ്? അതായത് നിസ്സാര കാര്യങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരുത്തർ ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഔട്ടാക്കി ഇപ്പോൾ ഇന്നായിട്ടുള്ളത് ആരാണ്? ഒരു വിശുദ്ധൻ വാർഷിക ധ്യാനത്തിന് 2 ചോദ്യങ്ങളെ ചോദിക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ഇൻ, എത്ര പേര് അകത്തുണ്ട്? ഹൗ മെനി ഔട്ട്, എത്ര പേര് ഔട്ടുണ്ട്? എത്ര പേര് അകത്ത്, എത്ര പേര് പുറത്ത്? ആ ചോദ്യത്തിന് ഉത്തരം തിരയിലാണ് അദ്ദേഹത്തിന് ധ്യാനം എന്ന് പറയുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഇത്രയും നാളുകൊണ്ട് എത്ര പേരാണ് ഔട്ടാക്കിയിരിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഓരോരുത്തരെ ഔട്ടാക്കി ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഈഗോയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഈഗോ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കർത്താവ് പോലും എൻ്റെ ഹൃദയ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഈഗോ, എൻ്റെ ഇഷ്ടം, എൻ്റെ ചിന്ത, എൻ്റെ ശൈലി, എൻ്റെ പ്രോജക്റ്റുകൾ, എൻ്റെ പദ്ധതി ഒരുക്കങ്ങൾ, അത്രമാത്രം. ഞാൻ എന്നിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതിൽ നിന്നും ഒരു പുതിയ സ്നാനത്തിന് വേണ്ടി പുറത്തേക്ക് വരണം. അങ്ങനെ ചില ആളുകളെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക, നമ്മുടെ വെറുപ്പിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക, നമ്മളുണ്ടാക്കിയിരിക്കുന്ന പ്രിസണുകളിൽ നിന്നും അവരെ ഒന്ന് റിലീസ് ചെയ്യുക. അതായിരിക്കും നല്ല ആഘോഷം എന്ന് പറയുന്നത്.